വർക്കല ആട്ടോ ആൻഡ് ടാക്സി അസോസിയേഷന്റെ നേതൃത്വത്തിൽ വർക്കലയിൽ പ്രതിഷേധം. ഇരുചക്രവാഹനങ്ങൾ തടഞ്ഞുവെക്കുന്നു. വിദേശികൾ വാടകയ്ക്കെടുത്ത് ഉപയോഗിക്കുന്ന ഇരുചക്രവാഹനങ്ങൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ തടഞ്ഞുവെച്ചിരിക്കുകയാണ്. ഞാൻ ഇവിടെ 10-30 വർഷത്തിന് മുകളിലായിട്ട് വണ്ടി ഓടിക്കുകയാണ്. ഒരു 10-14 ഗുളിക ദൈനംദിനം കഴിക്കുന്ന എനിക്ക് ഗുളിക മേടിക്കാനുള്ള പൈസ പോലും ഈ വണ്ടി പോയിട്ട് കിട്ടുന്നില്ല. ഈ പ്രായത്തിൽ ഇനി ഞാൻ മോട്ടിക്കാൻ പോകണോ അതോ കൈനീട്ടാൻ പോകണോ? ഇവിടുത്തെ അധികാരികളാണ് പറയേണ്ടത്. പോലീസും ഇവിടുത്തെ ആർടിഒയും ചെയ്യാൻ താല്പര്യപ്പെട്ട് നിന്നാലും ഇവിടുത്തെ ഭരണവർഗം അവർ അനുവദിക്കാത്ത ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. അതിനാണ് നമുക്കൊരു പരിഹാരം കണ്ടെത്തുന്നത്. അധികാരി വർഗം കണ്ടുപിടക്കണം. മന്ത്രി തൊട്ട് ഇപ്പോൾ സകലമായ ആൾക്കാർക്ക് നമുക്ക് പരാതി കൊടുത്തു കഴിഞ്ഞതാണ്. ഈ പരാതിക്ക് ഒരു ഫോൺ കോൾ ചോദിച്ചിട്ട് പോലും ഞങ്ങൾ തന്നെ മറുപടി ചോദിച്ചിട്ടില്ല. അപ്പൊ അതിനൊരു മാറ്റം വരണം. അതിന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അധികാരിയാണ് തീരുമാനിക്കേണ്ടത്. വർക്കല ടൂറിസം മേഖലയിലെ റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച് വിനോദസഞ്ചാരികൾക്ക് ഇരുചക്ര വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്ന സംഘങ്ങൾ നിരവധിയുണ്ട്. ഇത് കാരണം തങ്ങളുടെ ഓട്ടോറിക്ഷകൾക്ക് ഒട്ടും തന്നെ ഓട്ടം കിട്ടുന്നില്ല എന്നാണ് വർക്കലയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ പരാതി. നമ്മൾ ഈ സമരത്തിന് ഇറങ്ങി തിരിച്ചത് നമ്മൾ വർക്കല പാവനാശം, ഹെലിപ്പാഡ്, ക്ലിഫ്, കൊച്ചിവളമുക്ക്, മംഗളാമുക്ക് ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ തൊഴിലാളികൾ ഈ ഒരു സമാധാനപരമായ സമരത്തിന് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതിന് വരാൻ ഉണ്ടായ സാഹചര്യം കാലാകാലങ്ങളായിട്ട് വർക്കല ടൂറിസം മേഖലയും വർക്കല പ്രദേശത്തെയും കേന്ദ്രീകരിച്ച് നൂറുകണക്കിന് അനധികൃതമായിട്ടുള്ള ടൂ വീലർ പല വ്യക്തികൾ വാടകയ്ക്ക് കൊടുക്കുകയും അതുപോലെ തന്നെ കാറുകളും വാടകയ്ക്ക് കൊടുക്കുകയും നമ്മുടെ ഉപജീവന മാർഗം അത് കാരണം മുടങ്ങിയിട്ട് ഒരുപാട് കാലങ്ങളായി. നമ്മൾ പല സ്ഥലങ്ങളിലും ഇതിനെപ്പറ്റി ഗവൺമെന്റിന്റെ എല്ലാ അതോറിറ്റികളിലും നമ്മൾ ഇതിനു വേണ്ടി പരാതി കൊടുത്തിട്ടും വ്യക്തമായ ഒരു നടപടി നമുക്കുണ്ടാവാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് സമാധാനപരമായ ഈ ഒരു സമരം വർക്കലയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത്. രാവിലെ 6 മണി തൊട്ട് രാത്രി 11 മണി വരെയും സ്റ്റാൻഡുകളിൽ ഇരുന്നാൽ പോലും ഒരു 300 രൂപ കിട്ടാത്ത അവസ്ഥയായി. നമ്മുടെ കുട്ടികളുടെ പഠിത്തമെല്ലാം വളരെ കഷ്ടത്തിലായതിന്റെ അടിസ്ഥാനത്തിൽ യാതൊരു നിവൃത്തിയുമില്ല. ഒരു കാരണവശാലും നമുക്കും ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ല. നമുക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇവിടെ ആരുമില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എല്ലാവരും ഇറങ്ങിയത്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെയുള്ള ഒരുപാട് സാധാരണ ജനങ്ങൾ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ നമ്മുടെ നിയമ സംവിധാനങ്ങളും നമ്മളോടൊപ്പം നിന്ന് നമ്മുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നടത്തിത്തരണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. അതേ കണക്ക് തന്നെ ഇവിടെ ലൈസൻസ് എടുത്ത് ഈ ടൂ വീലർ റെന്റ് കൊടുക്കുന്നതിനും കാർ കൊടുക്കുന്നതിനും നമുക്ക് യാതൊരുവിധ തടസ്സങ്ങളുമില്ല. നമ്മൾ ആ ഒരു ബിസിനസിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അവർക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് നമ്മളും കൊടുക്കുന്നതായി ആയിരിക്കും. അനധികൃതമായി ഈ ഒരു സംവിധാനം ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കില്ല. നമ്മൾ മരണം വരെയും ഇതിനു വേണ്ടി പോരാടുവാൻ തയ്യാറാണ്. അപ്പോൾ നമ്മുടെ ഈ സമരം കണ്ടിട്ടെങ്കിലും ഇവിടുത്തെ അധികാരികൾ നമുക്ക് വേണ്ടി വന്ന് നമ്മളുടെ പ്രശ്നങ്ങൾ ന്യായമാണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് വേണ്ടിയും നമ്മുടെ തൊഴിലാളികളുടെ കുടുംബങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയും നിലകൊള്ളുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിരവധി തവണ തങ്ങൾ വർക്കല പോലീസ്, വർക്കല ആർടിഒ തുടങ്ങിയ അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും തുടർ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്നും ഇവർ പറയുന്നു. തുടർന്നാണ് ഇവർ തെരുവിലിറങ്ങി വിനോദസഞ്ചാരികളടക്കം ഓടിക്കുന്ന വാടകയ്ക്കെടുത്ത ഇരുചക്ര വാഹനങ്ങൾ തടഞ്ഞുവെച്ചിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിന്റെ പ്രശ്നങ്ങളിൽ എനിക്ക് പറയാനുള്ളത്. അനധികൃതമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ബൈക്ക് കാർ റെന്റിനെതിരായിട്ടുള്ള ഈ സമര പരിപാടി ഇന്ന് ഒരു തുടക്കം മാത്രമാണ് കുറിച്ചിരിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസങ്ങളിലും ഞങ്ങൾ അതിശക്തമായിട്ട് തന്നെ ഇതിനെ എതിർത്തുകൊണ്ട് ഓരോ ദിവസങ്ങളിലും ഞങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ഒരിക്കലും ഞങ്ങളിത് ജീവനുള്ളിടത്തോളം ഈ ഒരു ഇല്ലീഗലായിട്ടുള്ള ഈ ഒരു പരിപാടി ഞങ്ങൾ ഒരിക്കലും അനുവദിക്കത്തില്ല. ഒരിക്കലും ഇരുചക്ര വാഹനങ്ങൾ വാടകയ്ക്ക് നൽകാൻ അനുവാദമില്ലാത്തവരാണ് ഇരുചക്ര വാഹനങ്ങൾ റെന്റിന് നൽകുന്നതെന്നും പ്രതിഷേധക്കാർ ആരോപിക്കുന്നു. പ്രദേശത്ത് സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട്. വർക്കല പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്.
ഇതിന് പകരമായി വർക്കല റിസോർട്ട് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഓട്ടോറിക്ഷകളും തടഞ്ഞു നിർത്തി പ്രതിഷേധിച്ചു. പ്രതിഷേധക്കാർ തടഞ്ഞുവെച്ച ഇരുചക്ര വാഹനങ്ങൾ വർക്കല പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ.